ഓർത്തഡോക്സ് സഭയിലെ വിശുദ്ധ കുർബാന ആരംഭിക്കും മുമ്പുള്ള വെളിവ് നിറഞ്ഞോരീശോ എന്ന ഗാനമെഴുതിയത് ഒരു ഹിന്ദുവാണെന്ന് എത്ര പേർക്കറിയാം. ഐതിഹ്യമാല എന്ന കൃതിയിലൂടെ നമുക്കെല്ലാം സുപരിചിതനായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് പ്രസിദ്ധമായ ഈ ഗീതം രചിച്ചിട്ടുള്ളത്. ഈ ഗാനം മാത്രമല്ല, വിശുദ്ധ കുർബാന മധ്യയുള്ള ഭൂവിലശേഷം, പൗലോസ്ലീഹ ധന്യം ചൊൽകട്ടെ, അമ്പുടയോനെ നിൻ വാതിൽ തുടങ്ങിയ ഗീതങ്ങളും അദ്ദേഹം രചിച്ചവയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധം വരെ ഓർത്തഡോക്സ് സഭയിലെ ആരാധനാ ഗീതങ്ങളെല്ലാം സുറിയാനി ഭാഷയിലുള്ളവയായിരുന്നു. ഇത് കാവ്യഭംഗിയോടെ തർജ്ജിമ ചെയ്യപ്പെട്ടത് CP ചാണ്ടിയുടെ നേതൃത്വത്തിൽ 1940 മുതലാണ്. എന്നാൽ അതിനും മുമ്പേ തന്നെ പുലിക്കോട്ടിൽ തിരുമേനിയുടെ ആഗ്രഹത്താൽ സുറിയാനി ഗീതങ്ങൾ മലയാളത്തിലേക്ക് മാറ്റാൻ ശ്രമം തുടങ്ങിയിരുന്നു. 1897 പരിശുദ്ധ പരിമല തിരുമേനിയായിരുന്നു ഈ ഉദ്യമത്തിന് മുൻകൈയെടുത്തത്. അന്ന് കൊച്ചി സന്ദർശിച്ച അന്ത്യോക്യ പാത്രിയാർക്കീസ് പരിശുദ്ധ ഇഗ്നാത്യോസ് അബ്ദുള്ള രണ്ടാമൻ ബാവയിൽ നിന്നും ഇതിനുള്ള സമ്മതം അദ്ദേഹം വാങ്ങി. അതിപുരാതനമായ അന്ത്യോക്യൻ സുറിയാനി നമസ്കാരത്തിലെ ചില ഭാഗങ്ങൾ തർജ്ജിമ ചെയ്ത് ചെറുതാക്കി ആരാധനയ്ക്ക് ഉപയോഗിക്കുകയായിരുന്നു ലക്ഷ്യം. മാതാവിനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള പ്രാർത്ഥന, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നിവ സുറിയാനി ഭാഷയിൽ എഴുതി അന്ത്യോക്യൻ ബാവയ്ക്ക് സമർപ്പിച്ചു. ചെറായി പള്ളിയിലെത്തിയ പാത്രിയാർക്കീസ് ബാവ അത് മുഴുവൻ വായിച്ച ശേഷം മലയാളത്തിൽ പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകുകയും ചെയ്തു. മാർ അപ്രേം, മാർ യാക്കോബ്, മാർ ഇസഹാക്ക, മാർ ബാലായി തുടങ്ങിയ പിതാക്കന്മാരാണ് അന്ത്യോക്യൻ പ്രാർത്ഥനാക്രമം തയ്യാറാക്കിയിട്ടുള്ളത്. 7 ദിവസത്തെ പ്രാർത്ഥനകൾ അന്ത്യോക്യൻ ക്രമത്തിലുണ്ടെങ്കിലും തിങ്കളാഴ്ചത്തെ പ്രാർത്ഥനാക്രമമാണ് തർജ്ജിമയ്ക്ക് കൂടുതലായി ഉപയോഗിച്ചത്. ഗീതങ്ങളും പ്രാർത്ഥനാഭാഗങ്ങളും തയ്യാറാക്കാൻ പരിമല തിരുമേനി കണ്ടെത്തിയതാകട്ടെ ഭാഷാ നിപുണരായ വള്ളത്തോൾ, കൊട്ടാരത്തിൽ ശങ്കുണ്ണി, കണ്ടത്തിൽ വർഗീസ് മാപ്പിള എന്നിവരെയായിരുന്നു. അന്ത്യോക്യൻ ആരാധനാക്രമത്തിൻ്റെ പദാനുപത തർജ്ജിമയാണ് നടത്തുന്നത്. പക്ഷേ അതിൻ്റെ ഈണത്തിനോ അർത്ഥത്തിനോ ഒരു കോട്ടവും തട്ടിയില്ല എന്ന് മാത്രമല്ല, കാവ്യഭംഗി നിറഞ്ഞു തുളുമ്പുന്നതുമായ ഗീതങ്ങൾ. തർജ്ജിമയ്ക്കായി സുറിയാനി ഗീതങ്ങളുടെ അർത്ഥം പറഞ്ഞുകൊടുത്ത് സഹായിച്ചത് മാർ ദിവന്യാസൂസ് ആയിരുന്നു. എന്നാൽ പുസ്തകം പുറത്തു വരുന്നതിന് മുമ്പേ പരിമല തിരുമേനി കാലം ചെയ്തു. 1910 കോനാട്ട് എബ്രാഹം മൽപ്പാനാണ് പാമ്പാക്കുട നമസ്കാരം എന്ന് അറിയപ്പെടുന്ന മലയാളത്തിലെ ആദ്യ ആരാധനാ ഗീതങ്ങൾ പുറത്തിറക്കിയത്.